ലാലേട്ടൻ തൂക്കിയതൊന്നും തൂക്കി അടിപൊളിയായിരുന്നു. പണ്ടിട്ട് ഒരേപോലെ വിഷയമായിരുന്നു. നമുക്ക് രോമാഞ്ചം അടിച്ചിരിക്കാളും കുറെ സീനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒന്നും പറയല്ലോ ബ്രോ. കഴിഞ്ഞ ടിക്കറ്റ് എടുത്തോ. അടിപൊളിയായിരുന്നു. സെക്കൻഡ് അത്ര എത്തിയില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൂടുതലും സസ്പെൻസ് ആ ഒരു എലമെൻസ് ആണ് കൂടുതൽ അതായത്. പക്ഷേ ഇത് സിനിമ നമ്മൾ ജിതേഷ് ഒരു കാര്യം പറഞ്ഞു, ജോർജോട്ട് ഒരു ക്യാരക്ടർ ആർട്ടിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇമോഷണൽസിലൂടെയാണ് നടന്നിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ ഇത്ര വർഷത്തിനുള്ളിൽ എങ്ങനെ മാറും എന്നാണ് പറയാൻ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കൂടെ നല്ല ഇതായിട്ട് തന്നെ എടുത്താണ്. സെറ്റപ്പായിട്ട് നമ്മളൊരു എക്സ്പെക്ടേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നമുക്ക് കുഴപ്പമില്ല. അത് വെച്ച് നന്നായിട്ട് കണ്ടിരിക്കാം. ഭയങ്കര സംഭവമല്ല. 1, 2 വെച്ച് നോക്കുമ്പോൾ 3 ഡൗൺ ആണ്. കാരണം അത് നമുക്കറിയാലോ ട്വിസ്റ്റുകളൊന്നും അങ്ങനെ വലിയധികം കുറവാണ്. ഇമോഷണലാണ് കൂടുതൽ. ക്ലൈമാക്സ് കുഴപ്പമില്ല. നല്ല അവരിതുണ്ട് ഉണ്ട് അടിപൊളിയാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പോയിലാക്കരുത് കേട്ടോ. സ്പോയിലാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, ഒന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ട് ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ദൃശ്യം 1, 2 നമ്മളെല്ലാവരും കണ്ടതാ. അതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളി മികച്ച രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 എടുത്തത്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ തോന്നുന്നുണ്ട്. ഞെട്ടിക്കലുണ്ട്. ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലറിലാണ് നിർത്തണതും സെക്കൻഡ് ഹാഫ് ഫുള്ളോട് ട്വിസ്റ്റാണ്. ബേബി വന്നേക്കാം. ഞാനൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ലാലേട്ടൻ ഗ്ലാമർ കൂടിയോ? ലാലേട്ടൻ ആസ് ഓൾവേസ് അടിപൊളി. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഹാർട്ട് ടച്ചിങ് ആണ് എല്ലാ സീൻസും. വളരെ എൻജോയ് ചെയ്ത് കാണാം. ഫാമിലി പ്ലസ് ത്രില്ലർ.